നമുക്കറിയാം നിങ്ങൾ എല്ലാവരും എക്സാം ആയിട്ടും അല്ലാതെ ഒക്കെ പഠിക്കുന്ന തിരക്കിലാണ്. അപ്പം നമുക്ക് എന്തായാലും വരുമെന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ എന്തായാലും വരുമെന്ന് ഉറപ്പ് വരുന്ന ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂൾസ് ആണ് അല്ലെ. നമ്മളൊരു ഡാറ്റയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ മുകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾസിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. കൺസ്ട്രെയിൻസിനെ 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോളം കൺസ്ട്രെയിന്റ് വരുന്നുണ്ട്, രണ്ടാമത്തേത് ടേബിൾ കൺസ്ട്രെയിന്റ് വരുന്നുണ്ട്. അതിൽ കോളം കൺസ്ട്രെയിന്റിലുള്ള 4 കൺസ്ട്രെയിന്റ് ആണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് അല്ലെ. ഈ നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് എന്തിനു വേണ്ടിയിട്ടാ? അതായത് ഒരു കോളത്തിൽ നമ്മൾ നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് അഥവാ ഒരു റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കോളം ഒരിക്കലും എന്താവില്ല? എംപ്റ്റി ആയി കിടക്കില്ല, അഥവാ കാലിയായി കിടക്കില്ല അല്ലെ. എപ്പോഴും അതിലൊരു വാല്യൂ വേണമെന്ന് അവിടെ ഒരു സൈൻ കാണിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് യുണീക്ക് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് അല്ലെ. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേം തന്നെ ഉണ്ട് അല്ലെ. ആ ഒരു കോളത്തിലുള്ള വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം അല്ലെ. ഫസ്റ്റ് കോളത്തിൽ ഞാൻ കമ്പ്യൂട്ടർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കോളത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? കമ്പ്യൂട്ടർ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരാൻ പാടില്ല. കാരണം ഓൾറെഡി ഒരു ഫസ്റ്റ് കോളത്തിൽ എന്ത് വരുന്നുണ്ട്? കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് യുണീക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഡിഫോൾട്ട് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് അല്ലെ. ഡിഫോൾട്ട് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഡിഫോൾട്ട് വാല്യൂ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് വാല്യൂ അവിടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിഫോൾട്ട് എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നാലാമതായിട്ട് പറയുന്നത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ് അല്ലെ. ഓട്ടോ ഇൻക്രിമെന്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇപ്പൊ നമ്മൾ റോൾ നമ്പർ ഒക്കെ ചെയ്താറുണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 101, നെക്സ്റ്റ് റോൾ നമ്പർ എത്രയായിരിക്കും വരിക? 102, നെക്സ്റ്റ് റോൾ നമ്പർ 103. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ചെയ്തു പോകും അല്ലെ. സോ ഓരോ നമ്പറും നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് പകരമായിട്ട് ആ ഒരു റോൾ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറിന്റെ കോളത്തിൽ നമ്മൾ ഓട്ടോ ഇൻക്രിമെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂസ് വരുന്നതിനനുസരിച്ച് എന്തായിരിക്കും? അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തു പോകും. സോ ഈ 4 എണ്ണമാണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ കോളത്തിൽ വരുന്ന കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റാബേസ് യൂസേഴ്സ് ആണ് അല്ലെ. നമുക്ക് എപ്പോഴും 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയാണ് ഡാറ്റാബേസിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ആരൊക്കെയാണ് ഡാറ്റാബേസിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം മെയിൻലി 4 പേരാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് DBA ആണ് അല്ലെ. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയും. ഹു ഹാസ് ദ എൻറ്റയർ കൺട്രോൾ ഓവർ ദ ഡാറ്റാബേസ് അല്ലെ. ഒരു എൻറ്റയർ ഡാറ്റാബേസിന്റെ കൺട്രോൾ ആളെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ DBAക്ക് 3 ഡ്യൂട്ടീസ് ആണുള്ളത് അല്ലെ. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡിസൈൻ ഓഫ് കൺസെപ്റ്റ് ആൻഡ് ലോജിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവലും ലോജിക്കൽ ലെവലും ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? ഈ DBA എന്ന് പറയുന്ന ആളാണ്. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ഓതറൈസേഷനും. ഡാറ്റയ്ക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നതും അതുപോലെ തന്നെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നതും ആരാണ്? DBA എന്ന് പറയുന്ന ആളാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഡാറ്റ അവൈലബിലിറ്റി ആൻഡ് റിക്കവറി അല്ലെ. ഡാറ്റ നമ്മൾ ഒരു ക്ലയന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നീഡ് പറയുന്ന സമയത്ത് ഡാറ്റ അവൈലബിൾ ആക്കുന്നതും ആ ഒരു ഡാറ്റയെ റിക്കവർ ചെയ്യാനും വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ഈ ഒരു DBA എന്ന് പറയുന്ന ആളാണ്. രണ്ടാമത്തെ യൂസർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ആണ് അല്ലെ. ആരാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം ആപ്പുകളൊക്കെ ബിൽഡ് ചെയ്യുന്ന നോർമൽ ഡെവലപ്പേഴ്സ് അല്ലെ. അവർക്ക് പുതിയ ഡാറ്റകൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് കിട്ടേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നതാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ സയന്റിസ്റ്റ് പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിൽ. ഇപ്പൊ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാർ, അവർക്ക് ഓരോ ഡാറ്റ ഡേ ടു ഡേ ഡാറ്റാസ് എന്ത് ചെയ്യേണ്ടി വരും? അപ്ഡേറ്റ് ചെയ്ത് വരേണ്ടി വരും. സോ അങ്ങനെയുള്ള യൂസേഴ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പറയുന്നത് എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ നേവ് യൂസേഴ്സ് ആണ്. ആരാണ് എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ നേവ് യൂസേഴ്സ് എന്ന് പറയുന്നത്? നോർമൽ ആപ്ലിക്കേഷനിൽ പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ പോലെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരെയാണ് എന്ത് എന്ന് വിളിക്കുന്നത്? എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ നേവ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോംപ്ലക്സിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു യൂസറുടെ അടുത്ത് നിന്നും ഹൈഡ് ചെയ്ത് വെക്കുകയാണ് അല്ലെ. ഒരു പ്രോഗ്രാമർ എന്ത് ചെയ്യാണ്? പ്രോഗ്രാമിന്റെ കോംപ്ലക്സിറ്റീസ് ഒരു യൂസറുടെ അടുത്ത് നിന്നും ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മെയിൻലി 3 ലെവലാണ് വരുന്നത്. ഫിസിക്കൽ ലെവൽ വരുന്നുണ്ട്, ലോജിക്കൽ ലെവൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ വ്യൂ ലെവൽ വരുന്നുണ്ട്. ഫിസിക്കൽ ലെവൽ ഇവർ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡാറ്റ ഈസ് ബീങ് ആക്ച്വലി സ്റ്റോർഡ്. ഈ ഒരു ഡാറ്റാബേസിന്റെ ഉള്ളിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്? ഈ ഒരു ഡാറ്റാബേസിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ കാണിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് ലോജിക്കൽ ലെവൽ അല്ലെ. ലോജിക്കൽ ലെവൽ പറയുന്നത് എന്താണ്? വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് അല്ലെ. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഡാറ്റകളാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അല്ലെ. ഫിസിക്കലിൽ പറയുന്നത് ഹൗ എങ്ങനെയാണ് ഡാറ്റ, ലോജിക്കൽ പറയുന്നത് എന്താ? വാട്ട് ഡാറ്റ എന്ത് ഡാറ്റയാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് വ്യൂ ലെവലിൽ നമുക്ക് പറയുന്നത് എന്താണ്? ഹൗ യൂസേഴ്സ്, ഒരു യൂസർക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഡാറ്റയെ കാണാം അല്ലെ. അവർക്ക് വേണ്ട ഫോർമാറ്റിൽ ഇപ്പം ഒരു സ്റ്റുഡന്റ് ഡാറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റോൾ നമ്പർ നെയിമും മാർക്കും മതി, അത് മാത്രം കാണാം. ഇനി നെയിമും മാർക്കും മാത്രം
മാത്രം മതി, നെയിമും മാർക്കും മാത്രം. അപ്പം ഒരു യൂസർ എങ്ങനെയാണോ വ്യൂ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, യൂസേഴ്സിനൊക്കെ വളരെ ഫ്രീ ആയിട്ട് അത് കാണിച്ചു കൊടുക്കും. പക്ഷേ ഇതിന്റെ ബാക്ക് എൻഡിൽ എന്ത് കോംപ്ലക്സിറ്റീസ് ആണ് നടക്കുന്നത് എന്ത് ചെയ്യുന്നില്ല, യൂസർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. അത് ഹൈഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് 4ാമതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ഈ ഒരു പ്രോഗ്രാം നമുക്കിവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അത് നമുക്ക് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക നോക്കാം. അപ്പം നമുക്ക് സീന് പി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പി കോഡ് ആയിരിക്കില്ല, ഇവിടെ സബ് ആയിട്ടായിരിക്കും വരാം. ഓക്കെ, സബ് എന്നായിരിക്കും വരാം. ഉണ്ട് ഇഫ് സബ് എ ആണെങ്കിൽ അക്കൗണ്ട്സ് ആണ്, സബ് ബി ആണെങ്കിൽ ബിസിനസ് ആണ്, സബ് ഇ ആണെങ്കിൽ ഏതാണ്, എക്കണോമിക്സ് ആണ്, എൽസ് ഇൻവാലിഡ് കോഡ് എന്നായിരിക്കും വരാം. സോ നമുക്കറിയാം എ അടിക്കുമ്പോൾ അക്കൗണ്ട്സ് വരണം, ബി അടിക്കുമ്പോൾ ബിസിനസ് വരണം, ഇ അടിക്കുമ്പോൾ എന്ത് വരണം, എക്കണോമിക്സും വരണം. സോ നോക്കാം, നമ്മൾ സ്വിച്ചിലേക്ക് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് എഴുതും. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ നമ്മുടെ വേരിയബിൾ ഏതാണ്, സബ് എന്ന് കൊടുത്തു. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് നമുക്കറിയാം ഇവിടെ എല്ലാ പ്രോഗ്രാമും നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്, എല്ലാ കണ്ടീഷൻസും കേസ് എന്ന് പറഞ്ഞാണ് എഴുതാറുള്ളത്. സോ ഞാൻ കേസ് എന്ന് എഴുതി. സോ നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താ, സബ്ജക്ട് ഈക്വൽ ടു എ എന്നാണ്. സോ അതിന് പകരം നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് എന്ത് കൊടുക്കും, സബ് എ എന്ന് കൊടുക്കും. എന്നിട്ട് അതിന്റെ സി ഔട്ടിൽ നമ്മൾ എഴുതും എന്താണ്, അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ. ഫസ്റ്റ് സബ്ജക്ട് ഏതാണ്, അക്കൗണ്ട്സ് എന്ന് പറയും. ഇനി ഇത് കൂടാതെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ് ആണ് ഏത് എന്ന് പറയുന്നത്, ബ്രേക്ക് എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് നമ്മൾ എന്തിനാ അപ്ലൈ ചെയ്യുന്നത്, നെക്സ്റ്റ് കണ്ടീഷൻ ലൂപ്പിംഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അതിനെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് എന്ത് വരും, കേസ് ബി എന്ന് വരും അല്ലേ. എന്നിട്ട് അതിന്റെ സി ഔട്ടിൽ നമ്മൾ എന്ത് എഴുതും, ബിസിനസ് എന്ന് എഴുതും. സോ നമ്മുടെ സെക്കൻഡ് സബ്ജക്റ്റും അവിടെ വന്നു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് അപ്ലൈ ചെയ്യും. ഇനി നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താ, ഇ ആണ് അല്ലേ. അതിന്റെ സി ഔട്ടിൽ നമ്മൾ എന്താ എഴുതി കൊടുക്കുക, എക്കണോമിക്സ് എന്ന് എഴുതും. സോ നമുക്ക് എന്താ, ഈ 3 സബ്ജക്റ്റും അവിടെ വന്നു കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ നമുക്കറിയാം എ ആണെങ്കിൽ കൊടുക്കാൻ അക്കൗണ്ട്സ് ഉണ്ട്, ബി ആണെങ്കിൽ ബിസിനസ് ഉണ്ട്, ഇ ആണെങ്കിൽ എന്തുണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇനി ഇത് 3 അല്ലാതെ വേറെ ഏത് ലെറ്റേഴ്സ് ഇല്ല, ഞാനിപ്പോൾ ഡി അടിച്ച്, ഡബ്ല്യു അടിച്ച്, എം അടിച്ച്, ഇതൊന്നും കൊടുത്താൽ നമുക്ക് എന്തില്ല, പ്രിന്റ് ചെയ്യാൻ ഔട്ട്പുട്ട് ഇല്ല. ആ സമയത്ത് അവരവിടെ യൂസ് ചെയ്തത് എന്താണ്, ഇൻവാലിഡ് ക്യാരക്ടർ എന്നാണ്. അതായത് അവർ നമ്മൾ എൽസ് ഇഫ് ലാഡർ ആവുന്ന സമയത്ത് എൽസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതാ. ഇവിടെ നമ്മൾ എന്തിലാണ് അതിനെ എഴുതാറുള്ളത്, ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക അല്ലേ. സോ വിൽ റൈറ്റ് ആസ് ഡിഫോൾട്ട്. ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ പ്രിന്റ് ചെയ്യും. ഡിഫോൾട്ടിൽ നമ്മൾ എന്താ സി ഔട്ട് കൊടുക്കുക, സി ഔട്ട് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ഒരു ക്യാരക്ടറിനെ നമ്മളവിടെ പ്രിന്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് വണ് കേളി ബ്രാക്കറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ചിനെ എൽസ് ഇഫ് ലാഡറിലേക്ക്. ഇത് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ എൽസ് ഇഫ് ലാഡർ തന്നിട്ട് അതിനെ സ്വിച്ചിലേക്ക് മാറ്റാൻ പറയും, അല്ലെങ്കിൽ സ്വിച്ച് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ എൽസ് ഇഫ് ലാഡറിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യാനൊക്കെ പറയാറുണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക, എന്തായാലും നമുക്ക് ചോദിക്കുന്ന ഒരു ഏരിയാസ് ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും എന്ത് ചെയ്യുക, ഷെയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റട്ടെ. സോ ഓൾ ദ ബെസ്റ്റ്.